നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം. ഫേൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇത് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ടും വളർത്താൻ പറ്റും. അതുപോലെ തന്നെ താഴെ നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള എപ്പോഴും തന്നെ ബുഷിയായിട്ട് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഈ വർഷക്കാലത്ത് വളരെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഗോൾഡൻ ഫേൺ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾക്ക് ഏകദേശം ഒരു ഗോൾഡൻ കളറുള്ള ഗോൾഡൻ യെല്ലോ പോലുള്ളൊരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ഓരോ ലീഫും തൊട്ട് മുന്നിലുള്ള ലീഫിനേക്കാൾ വലുതായിട്ടാണ് വരിക. അങ്ങനെ ആ ഒരു മരത്തിൻ്റെ അടിഭാഗം വൺ സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അത് നിറഞ്ഞു വന്നിരിക്കുകയാണ്. ഞാനത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ വലുതായി വരും. ഇത് എത്രത്തോളം നാളെ നമ്മൾ ഈ പോട്ടിൽ നിന്ന് മാറ്റാതിരുന്നാലും ഇതങ്ങനെ ഉണങ്ങുന്നൊരു പ്രശ്നമില്ല. ഒരു ലീഫാണെങ്കിൽ കൊഴിഞ്ഞു പോകാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ഗ്രീനിഷ് കളറായിട്ട് എപ്പോഴും തന്നെ നിൽക്കും. ഇതിപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ നല്ല തണൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കണം. വർഷക്കാലത്താണെങ്കിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, നല്ല ബുഷിയായിട്ടത് നല്ല ഫ്രഷായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇത് ഹാങ് ചെയ്തിരിക്കുന്നതിൽ ഇത് കണ്ടോ, ഇതിൻ്റെ താഴേന്ന് ഇതാ ഒരു തൈ വന്നിരിക്കണു. ഇത് വേരുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടോ. ഈ വേരുള്ള പോഷനുള്ള ഒരു ലീഫ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പ്ലാന്റ് പിടിപ്പിച്ചെടുത്താലും അത് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു കിട്ടും. ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഈ വർഷക്കാലം. എല്ലാ ഫേൺസും തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളല്ലാതെ കാണുന്ന കുറേ ഫേൺസ് ഉണ്ട്. ഇത് പുറത്തെവിടെയോ ഉള്ളൊരു ഫേണാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. കാരണം ഞാനിത് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു വില കൊടുത്തിട്ട് തന്നെയാണ് ഈ ഫേൺ ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു 5 വർഷം മുന്നേയൊക്കെ വാങ്ങിയിട്ടുള്ളൊരു ഫേണാണിത്. നമ്മുടെ കയ്യിൽ നിന്ന് കളക്ഷൻ നശിച്ചു പോവില്ല. ഇനിയിപ്പോൾ നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഗാർഡനിൽ മറ്റ് ചെടികൾക്കൊക്കെ ഒരു ക്ഷീണം ബാധിച്ചു കഴിഞ്ഞാലും ഒന്ന് തണലത്ത് വെച്ച് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രഷായിട്ട് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നല്ലൊരു നിറയെ പ്ലാന്റ്സ് ഉള്ള ഒരു ഫീല് തരുന്ന ഒരു പ്ലാന്റാണ് ഈ ഫേൺ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സുകളൊക്കെ തന്നെ. അതിൽ പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ഫേൺ. അപ്പോൾ ലീഫ് പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിനെ പറ്റി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കണ്ടോ, ഈ ഒരു ലീഫിനൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലെങ്തിയാണ്. അതിപ്പോൾ ഇത് ഒരു ലീഫാണെങ്കിലും തന്നെ ഉണങ്ങിയിട്ട് ആ പ്ലാന്റിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കുറേ സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ കുറേ നാൾ നമുക്കിത് മാറ്റാതെ റിപ്പോർട്ടിംഗ് ഒന്നും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഗാർഡൻ മനോഹരാക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.